നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ BSc നഴ്സിംഗിന്റെ LBS വഴിയുള്ള 2 അലോട്ട്മെന്റുകളാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. AIMSS-FNCK വഴി 3 അലോട്ട്മെന്റുകൾ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. PNC MACന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. CPASന്റെ കൗൺസിലിങ്ങുകൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. LBSന്റെ മൂന്നാമത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റിനെ കുറിച്ച് അറിയിപ്പ് ഉണ്ടായിട്ടില്ല. AIMSS-FNCKയുടെ ഫോർത്ത് അലോട്ട്മെന്റ് 7-ാം തീയതിയാണ് പബ്ലിഷ് ചെയ്യുന്നത്. PNC MACന്റെ രണ്ടാമത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, അപേക്ഷകൾ സമർപ്പിക്കാത്ത കുട്ടികൾക്ക് അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്ന്. ഓരോ അസോസിയേഷന്റെയും വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ നൽകിയതിനു ശേഷം അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് എല്ലാ അലോട്ട്മെന്റുകളിലും പങ്കെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അപേക്ഷ റിജക്റ്റ് ആയ കുട്ടികളുമുണ്ട്. അങ്ങനെയുള്ളവർക്കും അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. AIMSS-FNCKയുടെ ഫോർത്ത് അലോട്ട്മെന്റ് 7-ാം തീയതിയാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഓപ്ഷനുകൾ തന്നെയാണ് ഫോർത്ത് അലോട്ട്മെന്റിന് വേണ്ടിയും പരിഗണിക്കുന്നത്. പുതിയതായിട്ട് കോളേജുകൾ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. അറേഞ്ച് ചെയ്യുവാനും ഡിലീറ്റ് ചെയ്യുവാനും മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. AIMSS-FNCKയുടെ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഫോർത്ത് അലോട്ട്മെന്റിലും തുടർന്ന് അലോട്ട്മെന്റുകൾ ഉണ്ടെങ്കിൽ അതിലും സ്പോട്ട് അലോട്ട്മെന്റിലും പങ്കെടുക്കാൻ സാധിക്കുന്നത്. LBSന്റെ തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം 3 അലോട്ട്മെന്റുകൾ വരെ കോളേജിൽ ലഭിച്ചിട്ടുള്ള കുട്ടികൾ കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യണം. അതിനുശേഷം വേക്കൻസി വരുന്ന സീറ്റിലേക്കാണ് സ്പെഷ്യൽ അലോട്ട്മെന്റും സ്പോട്ട് അലോട്ട്മെന്റുകളും നടത്തുന്നത്. സ്പെഷ്യൽ അലോട്ട്മെന്റുകളിലും സ്പോട്ട് അലോട്ട്മെന്റുകളിലും സീറ്റുകൾ വളരെ കുറവാണ്. സ്പെഷ്യൽ അലോട്ട്മെന്റ് 3 അലോട്ട്മെന്റുകൾ പോലെ തന്നെ ഓൺലൈനായിട്ടാണ്, കോളേജ് ഓപ്ഷനുകൾ ഓൺലൈനായിട്ടാണ് കൊടുക്കേണ്ടത്. സ്പോട്ട് അലോട്ട്മെന്റ് നടത്തുന്നത് LBS പറയുന്ന ഏതെങ്കിലും ഒരു സെന്ററിൽ വെച്ചാണ്. അവിടെ ചെന്നാണ് കോളേജ് ഓപ്ഷനുകൾ നൽകി അലോട്ട്മെന്റിൽ പങ്കെടുക്കേണ്ടത്. LBSലൂടെ അപേക്ഷ സമർപ്പിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത കുട്ടികൾക്കും സ്പെഷ്യൽ അലോട്ട്മെന്റിലും സ്പോട്ട് അലോട്ട്മെന്റിലും പങ്കെടുക്കാൻ സാധിക്കില്ല. 3 അലോട്ട്മെന്റുകളിൽ ഏതെങ്കിലും ഒരു അലോട്ട്മെന്റിൽ കോളേജ് ലഭിച്ചതിന് ശേഷം ജോയിൻ ചെയ്ത കുട്ടികൾക്കും ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്കും സ്പെഷ്യൽ അലോട്ട്മെന്റിലും സ്പോട്ട് അലോട്ട്മെന്റിലും പങ്കെടുക്കാം. 3 അലോട്ട്മെന്റുകളിലും കോളേജ് ലഭിക്കാത്ത കുട്ടികൾക്കും സ്പെഷ്യൽ അലോട്ട്മെന്റിലും സ്പോട്ട് അലോട്ട്മെന്റിലും പങ്കെടുക്കാം. കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം സ്പെഷ്യൽ അലോട്ട്മെന്റിലും സ്പോട്ട് അലോട്ട്മെന്റിലും പങ്കെടുക്കുന്നതിന് വേണ്ടി NOC സമർപ്പിക്കണം. ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് തരുന്ന NOCയിൽ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളും ഓപ്ഷനായിട്ട് വയ്ക്കുവാനായിട്ട് അനുവദിച്ചെങ്കിൽ മാത്രമാണ് സ്പെഷ്യൽ അലോട്ട്മെന്റിലും സ്പോട്ട് അലോട്ട്മെന്റിലും സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. ഗവൺമെന്റ് കോളേജുകൾ മാത്രമാണ് ഓപ്ഷനിൽ ഉൾപ്പെടുത്തുവാനായിട്ട് NOC തരുന്നത് എങ്കിൽ ഗവൺമെന്റ് കോളേജുകൾ മാത്രമേ നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റിലും സ്പോട്ട് അലോട്ട്മെന്റിലും ഓപ്ഷനായിട്ട് വയ്ക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം കോളേജിൽ ലഭിച്ചിട്ടുള്ള കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി NOC അവിടെ നിന്ന് വാങ്ങണം. PNC MAKയുടെയും CPASന്റെയും വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിച്ച കുട്ടികൾക്ക് മാത്രമാണ് അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. 2022 PNC MAKയിൽ അപേക്ഷകൾ സമർപ്പിക്കാത്ത കുട്ടികൾക്ക് അലോട്ട്മെന്റ് തുടങ്ങിയതിന് ശേഷം അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസരം കൊടുത്തിരുന്നു. ഈ വർഷം അങ്ങനെ ഒരു അവസരം ഉണ്ടാവുകയാണ് എങ്കിൽ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. LBSലും AIMSS-FNCKയിലും സ്പോട്ട് അലോട്ട്മെന്റ് ഉണ്ട്. PNC MAKയിൽ സ്പോട്ട് അലോട്ട്മെന്റ് ഇല്ല. ഓരോ അലോട്ട്മെന്റുകൾക്ക് ശേഷവും വേക്കൻസി വരുന്ന വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ് സ്പോട്ട് അലോട്ട്മെന്റിൽ ഉള്ളത്. എല്ലാ കോളേജുകളിലും സീറ്റുകൾ ഉണ്ടാവുകയുമില്ല. LBSന്റെ സ്പോട്ട് അലോട്ട്മെന്റ് LBSന്റെ ഏതെങ്കിലും ഒരു ഫെസിലിറ്റേഷൻ സെന്ററിൽ വെച്ചാണ് നടത്തുന്നത്. ഏതൊക്കെ കോളേജുകളിലാണോ സീറ്റ് വേക്കൻസി ഉള്ളത് അതിന്റെ ലിസ്റ്റ് അവിടെ പബ്ലിഷ് ചെയ്യും. അതുപോലെ LBSന്റെ വെബ്സൈറ്റിലും പബ്ലിഷ് ചെയ്യും. സ്പോട്ട് അലോട്ട്മെന്റ് നടക്കുന്ന സ്ഥലത്ത് ചെന്നതിന് ശേഷമാണ് കോളേജുകളുടെ ഓപ്ഷനുകൾ തയ്യാറാക്കി നൽകേണ്ടത്. അവിടെ ചെല്ലുന്ന കുട്ടികളുടെ ഓപ്ഷനുകൾ തയ്യാറാക്കി നൽകുന്ന കുട്ടികളുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ആണ് അലോട്ട്മെന്റ് ലഭിക്കുന്നത്. 3 അലോട്ട്മെന്റ് വരെ കോളേജ് ലഭിക്കാത്ത കുട്ടികൾ സ്പെഷ്യൽ അലോട്ട്മെന്റിലും സ്പോട്ട് അലോട്ട്മെന്റിലും പങ്കെടുക്കുമ്പോൾ LBSന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന കോളേജുകൾ മാക്സിമം കോളേജുകൾ നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കണം. 3 അലോട്ട്മെന്റ് വരെ കോളേജ് ലഭിക്കാത്ത കുട്ടികൾ തുടർന്ന് നടക്കുന്ന എല്ലാ അലോട്ട്മെന്റുകളിലും പങ്കെടുക്കണം. LBSന്റെ വെബ്സൈറ്റിൽ കൊടുക്കുന്ന കോളേജുകളിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ കോളേജുകളും ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്യണം. മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം നടക്കുന്ന അലോട്ട്മെന്റിൽ ഒരു കോളേജ് ലഭിക്കുകയാണെങ്കിൽ ആ കോളേജിൽ തന്നെ ചേരണം. അവിടെ ചേരാതെ വന്നാൽ തുടർന്ന് നടക്കുന്ന അലോട്ട്മെന്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുകയില്ല.
അതുകൊണ്ട് മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം നടക്കുന്ന അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ മാത്രം വേണം ഉൾപ്പെടുത്തുവാൻ. താല്പര്യമില്ലാത്ത കോളേജുകൾ ഉൾപ്പെടുത്തി ആ കോളേജ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ചേർന്നിട്ടില്ല എങ്കിൽ തുടർന്നുള്ള അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുകയുമില്ല. അപേക്ഷകൾ സമർപ്പിച്ചതിന് ശേഷം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. ഓരോ അസോസിയേഷനിലും അപേക്ഷകൾ സമർപ്പിക്കാത്ത കുട്ടികൾക്ക് അപേക്ഷാ സമർപ്പണത്തിനുള്ള അവസരം ലഭിക്കുകയാണ് എങ്കിൽ അപേക്ഷകൾ സമർപ്പിച്ചതിന് ശേഷം അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.